ഹായ്, എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു ന്യൂ ഇൻവെൻഷനാണ്. നമ്മൾ പലപ്പോഴും സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പറന്ന ആളുകൾ ബൈക്കിലൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ നമുക്കും പറക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല, പ്രത്യേകിച്ച് ആളുകൾ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ട് വിചാരിച്ചിട്ടുണ്ടാവും, ഒന്ന് പറന്നു പോയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നല്ലേ. തീർച്ചയായിട്ടും അതിനൊരു വഴിയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് എനിക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വാൾനട്ട് എയർ ബൈക്ക്. ഇത് പോളണ്ട് ബേസ്ഡ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ പറക്കുന്ന ബൈക്ക്. ഈ എയർ ബൈക്കിൻ്റെ പേരാണ് വാൾനട്ട് എയർ ബൈക്സ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പോളണ്ടിലാണ്. അതിൻ്റെ ഫൗണ്ടറുടെ നെയിമാണ് തോമസ് പാറ്റർ. അദ്ദേഹം ഇതുപോലെ കുറേ ഫാൻറ്റസി മൂവീസ് ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതും. ഇതിന് മുമ്പ് അദ്ദേഹം ഒരു വലിയ ഡ്രോണിലിരുന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്നു. അവിടെ തന്നെ വർക്ക് ചെയ്തിട്ടാണ് ഇതുപോലൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ആയത്. ഇതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ബൈക്കിലിരിക്കുന്ന അതേ പൊസിഷനിൽ ഇരുന്നിട്ട് നമുക്ക് പറന്നു പോകാവുന്ന ഒരു സെറ്റ്. ഈ വാൾനട്ട് എയർ ബൈക്സ് ഒരു ജെറ്റ് പ്രൊപ്പൽഷനാണ്. അതായത് നമ്മളുടെ ഡ്രോൺ പ്രൊപ്പൽഷൻ അല്ല, ജെറ്റ് എൻജിൻസ് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് പോളികാർബണേറ്റ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വളരെ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ മാക്സിമം വെയിറ്റ് 92 കിലോഗ്രാംസ് ആണ്. 92 കിലോഗ്രാംസിന് മുകളിലുള്ള അതാണ് ഇതിന്റെ മാക്സിമം വെയിറ്റ്. ചെറിയ ഒരു ബൈക്കാണ്. അതായത് 31 kgs എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അധികം വലിയ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ വളരെ കംഫർട്ടബിൾ ട്രാവലാണ്. ഡീസൽ, കെറോസിൻ, ബയോഡീസൽ എല്ലാം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഹാൻഡ്സ് ഫ്രീ സ്റ്റെബിലൈസേഷൻ ആണ്. നിങ്ങളൊന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി ഇത് ബൈക്ക് വിൽ സ്റ്റെബിലൈസ്. അത് തന്നെ സ്റ്റെബിലൈസ് ചെയ്യും. ഓക്കെ, യെസ്. നോ പ്രൊപ്പല്ലേഴ്സ്, കംപ്ലീറ്റ്ലി ഇത് ജെറ്റ് എൻജിൻ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല, ഇത് പൈലറ്റ് ലൈസൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇൻട്രൊഡക്ടറി ആയിട്ട് അവരിതിൻ്റെ റേഞ്ച് ഫിക്സ് ചെയ്തിരിക്കുന്നത് 10 minutes ഓഫ് റൈഡ് ആണ്. അപ്പോൾ 10 minutes എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരം പോകാൻ പറ്റും. കാരണം അത് പറന്നു പോകണം. 102 kilometers ആണ് സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ പോകാൻ പറ്റും അല്ലേ. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ആണ്. അതായത് $880,000 ആണ്. അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ 7.7 crores. അപ്പോൾ അത് അത്ര ഈസി ആയിട്ട് അഫോർഡബിൾ അല്ല നമുക്ക്. പക്ഷെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കും അതിനോട് താല്പര്യമുള്ള ആളുകൾക്കും പൈസ ഉള്ള ആളുകൾക്കും വാങ്ങി ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ പുതിയ മോഡൽസ് വരുമ്പോൾ ചിലപ്പോൾ റേറ്റൊക്കെ കുറഞ്ഞു വരുന്നു വിചാരിക്കാം. അങ്ങനെ സിനിമകളിലും സയൻസ് ഫിക്ഷൻ മൂവീസിലും മാത്രം കണ്ടിരുന്ന പറക്കുന്ന ബൈക്കുകളാണ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ പ്ലീസ് subscribe and support and share it to your friends. Thank you so much for watching.